ഒരിക്കലും ഒരു മുസ്ലിം പള്ളി കമ്മിറ്റിക്കാരും ഒരു അന്യമതസ്ഥനോട് ഇങ്ങനെ ചെയ്യരുത്. അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. പ്രേമരാജൻ പുന്നാടെന്ന് പറഞ്ഞ സഹോദരനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു ഹൈന്ദവ സഹോദരൻ്റെ ചികിത്സാർത്ഥം പള്ളിയുടെ കവാടത്തിൽ പിരിവിന് പോയി. ആ മനുഷ്യരോട് ആ പള്ളി കമ്മിറ്റിക്കാർ, ആ നാട്ടിലുള്ള ജനങ്ങൾ ചെയ്ത് എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വർഗീയത വളരുന്നത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതിങ്ങനെ കണ്ടപ്പോഴും കേട്ടപ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പോയി. നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. നമ്മൾ ഇന്നൊരു പേഷ്യന്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു അടിയന്തര സർജറിയുടെ ആവശ്യത്തിന് വേണ്ടി വലിയൊരു ഫണ്ട് സമാഹരിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് പോയിട്ട് വരികയാണ്. എവിടെയാ പോയെന്നല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ജുമാ നമസ്കാരം. മുസ്ലിങ്ങളുടെ പള്ളികളിൽ, ഇസ്ലാമിന്റെ പള്ളികളിൽ എന്ന് പറഞ്ഞാല് മാപ്പിളമാറ പള്ളിയിൽ അവിടെ പോയി കുറെ പള്ളികൾ, ഒന്ന് രണ്ട് പള്ളികളിൽ കുറെ ആളുകളാക്കി. മറ്റ് ഒരു പള്ളിയിൽ ഞാനും നിന്നു, വണ്ടി വെച്ചു. അതിനവിടെ വണ്ടി വരിക്കാൻ വേണ്ടി പോയപ്പോ 3-4 ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നു. കണ്ടാല് ഒരു ഭീകര ലുക്കൊക്കെ ഉണ്ടാവും, ഭയങ്കര ഭീകരന്മാരാന്ന് തോന്നിപ്പോ. അങ്ങനെ ഭീകര ലുക്കുള്ള 2-3 ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, വന്ന സംഭവങ്ങളെ കുറിച്ച് ചോദിച്ചു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളിൽ നിന്ന് 2 പേര് ഞങ്ങളോട് കൂടുക, ബാക്കി 2 ആളെടുക്ക്, ഇവരെ സഹായിക്കാൻ ഇവിടെ 2 പേരെ ആക്കാം. ആ പള്ളിയിൽ നിന്ന് 2 പേരെ അവരെ സഹായിക്കാനാക്കി നമ്മളെ മറ്റൊരു വലിയൊരു പള്ളിയിലേക്ക്, 2 പള്ളിയിലേക്ക് പോയി. അവര് ആ 2 പള്ളിയിൽ പോയി അവിടുത്തെ ഉസ്താദിനോട് കമ്മിറ്റിക്കാരെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അവിടുന്ന് അവരും പിരിച്ചു, അവരും നമ്മളൊപ്പരം ചേർന്നു. എന്നിട്ട് അവര് വന്നിട്ട് എല്ലാം എന്നെ തിട്ടപ്പെടുത്തിയതിനു ശേഷം അവരുടെ ഗൾഫ് ബന്ധങ്ങളും അവരുടെ മറ്റു ബന്ധങ്ങളും ഉപയോഗിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്കിപ്പോ ആവശ്യത്തിന് ഉള്ള ഫണ്ട് സമാഹരിക്കാൻ പറ്റി. കള്ളപ്പണവും വിദേശ പണവും അതുപോലെ തന്നെ കള്ളനോട്ടടിച്ചൊക്കെ പൈസ ഇല്ലേ, അതെല്ലാം കൂടെ സമാഹരിച്ച് കൊടുത്തെന്ന്. ഇത് നമ്മള് ഇന്ന് ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് പള്ളികളിൽ പോയിട്ട് സമാഹരിച്ച ഫണ്ടാണ്. ഇത് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ എന്ത് പറയുമ്പോൾ തൊട്ടതിനും തൊടുന്നതിനും എല്ലാം ഹിന്ദു മുസ്ലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ ഈ പ്രേമരാജൻ പുന്നാന്റെ വാക്കുകളൊന്ന് കേൾക്കണേ. കേൾക്കാതിരിക്കുന്ന നല്ലത്, പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര വിവേചനം ഉണ്ടാക്കിയാണ് കുറെ ആളുകൾ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. AC മുറിയിലിരുന്ന് ഇന്നോവ കാറിൽ സഞ്ചരിച്ച് നല്ലോണം വെട്ടിവിഴുങ്ങി എല്ലിന്റെ ഉള്ളിൽ കുത്തിയിട്ട് അവർക്ക് എന്തും വിളിച്ചു പറയാം. ഇവിടെ ഒരു ഹിന്ദു, നമ്മൾ മനസ്സിലാക്കേണ്ടതേ എത്ര കൃത്യമായിട്ടാണ് പ്രേമരാജൻ പുന്നാട് ആ കാര്യം പറഞ്ഞത്. ഈ വർഗീയതയും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും ചെലവുണ്ടോ? ഇങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. അവരുടെ നിലനിൽപ്പ് അതാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് പൊളിറ്റിക്സാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും അടുക്കുമോ? ഇവരൊക്കെ ഇവരുടെ കാര്യമാണ്. നമുക്ക് നമ്മുടെ സമീപത്തുള്ള ചിലപ്പോൾ ഒരു മുസൽമാനും ഹിന്ദുവിന് ക്രിസ്ത്യാനിയൊക്കെ ഉണ്ടാവും. ബ്ലഡ് കൊടുക്കാനാണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ ബില്ലടക്കാനാണെങ്കിലും ഒക്കെ നമ്മളിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ ഉണ്ടാവുള്ളൂ. ഈ പറയപ്പെട്ട ഒറ്റ നേതാവും ഉണ്ടാകത്തില്ല. ഇപ്പോൾ തന്നെ 80 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ട് ഒരു മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടി പൈസ ചെലവഴിച്ചത്. ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അങ്ങനെയുള്ള മനുഷ്യരെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ബാക്കി ഇദ്ദേഹം പറയുന്ന പോയിന്റ് കേട്ടോ. ഇവിടെ ഒരു ഹിന്ദുവിന് പ്രയാസം വന്നാൽ, അസുഖം വന്നാൽ ബക്കറ്റ് കൊടുത്ത് വേഗം പോവുക, വേഗം ഒരു സഹായത്തിന് പോകുന്നത് ഒരു ഇസ്ലാമിന്റെ അടുത്തും ഒരു ക്രിസ്ത്യാനിന്റെ അടുത്തേ പോവുള്ളൂ. നമ്മൾ ഇന്ന് ജുമാ നമസ്കാരത്തിന്റെ സമയത്താണ് പള്ളികളിൽ പണം പിരിച്ചത്. അമ്പലത്തിൽ ദീപാരാധനന്റെ സമയത്ത് പോയിട്ട് ഫണ്ട് പിരിച്ച പൈസ കിട്ടുമോ? കിട്ടിയിട്ടില്ല ഇതുവരെ. അനുഭവം അങ്ങനെയാണ്. എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തെയ്യ സ്ഥലത്ത് പോയി. തെയ്യ സ്ഥലത്ത് നിന്ന് അനൗൺസ് ധാരാളം ചെയ്തു, ബക്കറ്റും കൊണ്ട് പോയി. ആ കിട്ടിയത് 2500 രൂപയാണ്. അതിനപ്പുറം ഒരു ഫണ്ടും കിട്ടിയില്ല. ഇതാണ് അവസ്ഥ. അതൊരു ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ആണെങ്കിൽ 10,000 രൂപ അല്ലെ മേലോട്ട്. എന്നെക്കുറിച്ച് പൊതുവെ പറയുന്ന ഒരു പരാതിയാണ് അത്. ഈ വിദ്വേഷികളാണ് പറയുന്നത്, എന്തിനാണ് എപ്പോഴും ഹിന്ദുക്കളെ സഹായിക്കുന്നത്, ക്രിസ്ത്യാനികളെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നു.
ഈ പ്രേമരാജ് പുന്നാൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലായില്ലേ? അതായത് സഹായഹസ്തം എവിടെയാണ് നീട്ടുക എന്ന, അല്ലെങ്കിൽ എവിടെയാണ് സഹായം കിട്ടുക എന്ന് വിചാരിച്ച് മനുഷ്യർ ഇപ്പോൾ പള്ളിയുടെ മുമ്പിലേക്ക് വരുന്നു, എന്നോട് പറയുന്നു ഇന്ന പോലത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഹിന്ദുക്കളെ സഹായിക്കത്തില്ലെന്ന് പറയുമോ? അത് ഇറക്കി വിടണം. എന്താ ചെയ്യേണ്ടത്? നോക്കൂ, ഇത് പ്രേമരാജൻ പുന്നാടിൻ്റെ വാക്ക് മാത്രമല്ല. ഒരു സഹോദരി തിരുവനന്തപുരം RCCയിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുമായി ചികിത്സക്ക് നിൽക്കുന്ന ഒരു സഹോദരി പറഞ്ഞെന്നറിയോ? ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലിടുന്ന പൈസ ഞാൻ KMCCയുടെ അവരുടെ ബക്കറ്റിലിടുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടോ? അമ്പലത്തിൽ പൂജ ചെയ്യുന്നതിനേക്കാൾ ഇവിടെ സംഭാവന കൊടുക്കണം. കാരണം 3 നേരമല്ല 4 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് 4 മണിക്ക് ചായ, അതിനും തിന്നാൻ എന്തെങ്കിലും ഉണ്ട്. അത്രയ്ക്കും നല്ല എന്ത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ജാതി പറയാം, മതം പറയാം, വർഗീയത പറയാം, വിദ്വേഷം പറയാം, നമുക്കിഷ്ടപ്പെടാത്ത മനുഷ്യന്മാരിലെല്ലാം നമുക്ക് മതം കാണാം. പക്ഷെ മനുഷ്യരുടെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ പ്രശ്നം ഇതൊന്നുമല്ല. സാധാരണ ഒരു രോഗിയെ, ഒരു ക്യാൻസർ രോഗിയുടെ പ്രശ്നം ആ രോഗം മാറുക എന്നുള്ളതാണ്. ഒരു അരപ്പട്ടിണി മുഴിപ്പട്ടിണിക്കാരൻ്റെ പ്രശ്നം എന്നുള്ളത് അവന് സാമ്പത്തികമായ ഔന്നത്യം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇങ്ങനെ മനുഷ്യർക്ക് അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. അതിനിടയിൽ നിങ്ങൾ നടത്തുന്ന ചർച്ചയെന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാനൊരു ചർച്ചയായിട്ട് ഞെട്ടിപ്പോയി. ഇവർക്ക് ഇതല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ? പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റുന്നു. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റും. ഇവർക്ക് എപ്പോഴും ഖുർആന്, ബൈബിള് ഇത് അടിച്ചു കയറ്റുന്നു. എൻ്റെ പൊന്നാര ശശികല ടീച്ചറേ, ഞാൻ നിങ്ങൾ ഈ ടീച്ചറെന്ന് വിളിക്കാൻ അർഹതപ്പെട്ടത് കൊണ്ടല്ല, ഞാൻ ആ റെസ്പെക്റ്റ് നിലനിർത്തി സംസാരിക്കുന്നത്. ഇതിനെക്കാട്ടി താഴ്ന്ന നിലയ്ക്ക് സംസാരിക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഈ അടിച്ചു കയറ്റുന്നത്, ഇങ്ങനെ അടിച്ചു കയറ്റുന്നത് കൊണ്ടുള്ള ഗുണം എന്തറിയോ? ഇങ്ങനെ അടിച്ചു കയറ്റിയ ആ മനുഷ്യർ പള്ളി ഉണ്ടാക്കി മദ്രസ ഉണ്ടാക്കുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നതിന് ഗുണമാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ. അങ്ങനല്ല, നമ്മൾ മനുഷ്യർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒപ്പം ചേരാൻ നമ്മൾ മനസ്സ് വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ നമ്മളെല്ലാവരും ജന്മസിദ്ധമായി നന്മയുള്ളവരാണ്. ആ നന്മയെ പ്രോത്സാഹിപ്പിക്കലാണ് മതത്തിൻ്റെ പണി. അതിങ്ങനെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുമ്പോൾ സ്വാഭാവിക ഒരാളുടെ പ്രയാസം കാണുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാകും, ഫീലിങ്സ് ഉണ്ടാകും, കൊടുക്കാൻ തോന്നും. കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. നമ്മൾ കൊടുത്താൽ നമ്മൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പം നമ്മളെ ആരെങ്കിലും സഹായിക്കും എന്നുള്ള ബോധം വരും. ഈ വർഗീയതയും പച്ച തോന്നിയാസം പറഞ്ഞ് എത്ര നാളെ ഇങ്ങനെ പുഴുത്ത് ജീവിക്കും? നിങ്ങളിതെല്ലാം പറഞ്ഞിട്ടും ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യർ എങ്ങോട്ടാണ് ഓടി വരുന്നത്? ഈ പള്ളിക്കവാടങ്ങളിലേക്കല്ലേ? ഇതെല്ലാം നിർത്തിയിട്ട് നിങ്ങളിലേക്ക് മനുഷ്യർ ചുരുങ്ങാൻ ഓടി വരാൻ നട്ടല്ലുണ്ടോ ഇത് ജനങ്ങളോട് പറയാൻ? ഒരൊറ്റ പള്ളി കവാടത്തിലേക്ക് പോരുത്, ഒരു ഒറ്റ ക്രിസ്ത്യ ദേവാലയങ്ങളിലേക്ക് പോരുത്, ഇവിടുത്തെ സാധാരണക്കാരായ ഹിന്ദുവിന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രം സമീപിക്കണം, വേറെ എങ്ങോട്ടും പോകാൻ പാടില്ലെന്ന് പറയാൻ നട്ടലുള്ള ഒരുത്തനുണ്ടോ? ഇല്ല എന്നുള്ളതാണ്.